വ്യഭിചാരം മാത്രം ചെയ്തു നടന്ന ഒരു പെണ്ണ് ഇസ്ലാം സ്വീകരിച്ച കഥ. സുഹൃത്തുക്കളെ, ഇന്ന് നല്ല ഒരു രസകരമായ സൂപ്പറായ ഒരു കഥ ഞാൻ പറയാം. ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. ഒരു വ്യഭിചാരി പെണ്ണ് ഇസ്ലാം സ്വീകരിച്ച കഥ. അപ്പോൾ ഇനി കഥയുടെ മായാലോകത്തിലേക്ക് നമുക്ക് പോകാം. അവൾ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച സുന്ദരിയായ പെണ്ണായിരുന്നു. ഇവളുടെ അച്ഛൻ ഒരു ക്രിസ്ത്യാനി മതത്തിൽപ്പെട്ട ആളായിരുന്നു. ഉമ്മ യഹൂദികളുടെ കുടുംബത്തിൽപ്പെട്ട പെണ്ണായിരുന്നു. വീട്ടിൽ വാപ്പ ഒരു മതം, ഉമ്മ മറ്റൊരു മതം. ഇത് രണ്ടും കണ്ടിട്ട് മകൾ നിരീശ്വരവാദിയായി മാറി. മതത്തെ കണ്ടാൽ വല്ലാത്ത ഒരു വെറുപ്പ്. ഇവളുടെ വാപ്പ ഒരു വലിയ ബിസിനസ്മാൻ ആയതുകൊണ്ട് സമ്പത്തിൻ്റെ കാര്യത്തിൽ ഇവൾക്ക് ഒരു കുറവും ഇല്ലായിരുന്നു. ഉമ്മ ഒരു ഡോക്ടർ. ഇവളുടെ കൈനിറയെ സമ്പത്ത് ഉള്ള കാരണം കൊണ്ട് എല്ലാ മോശപ്പെട്ട സ്വഭാവം ഇവളിൽ ഉണ്ടായിരുന്നു. വയസ്സ് 20 കഴിഞ്ഞിട്ടുണ്ട്. കൈനിറയെ പണം ഉണ്ട്. സുന്ദരന്മാരായ പുരുഷന്മാരെ അവൾ കണ്ടാൽ അവർക്ക് അങ്ങോട്ട് എത്ര പണം വേണമെങ്കിലും കൊടുത്ത് അവൾ അവരെ വശീകരിക്കാറുണ്ടായിരുന്നു. രാത്രി പബ്ബിലേക്ക് പോയി ഡാൻസ് കളിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു, കള്ളു കുടിക്കുന്നു, അതേപോലെ സുന്ദരന്മാരായ യുവാക്കളോട് വ്യഭിചാരം ചെയ്യുന്നു. ഇതായിരുന്നു ഇവളുടെ നിത്യജീവിതം. ഇവളുടെ വാപ്പ ഉമ്മ എത്ര ഉപദേശം നൽകിയിട്ടും അവൾ ഇതിൽ നിന്ന്, ഈ മോശപ്പെട്ട സ്വഭാവത്തിൽ നിന്ന് പിന്മാറുന്നില്ല. ഒരു നാൾ ഉച്ചസമയത്ത് ഇവൾ കാറിൽ പോകുമ്പോൾ വെളുവെളുത്ത സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ റോഡിൻ്റെ അരികിലൂടെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ നടന്നു പോകുന്നു. അവനെ കണ്ടപ്പോൾ ഇവൾക്ക് അവനോട് ഇഷ്ടം തോന്നി. ഈ പെണ്ണ് അവനെ വിളിച്ചു, എൻ്റെ കൂടെ കാറിൽ വരുമോ? അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല, ഞാൻ വരില്ല, എനിക്ക് നിസ്കരിക്കാൻ സമയമായിട്ടുണ്ട്. അവൾ പറഞ്ഞു, ഞാൻ പൈസ തരാം. അപ്പോൾ അവൻ പറഞ്ഞു, നിന്റെ പൈസ എനിക്ക് ആവശ്യമില്ല, എനിക്ക് എൻ്റെ റബ്ബ് കൈനിറയെ സമ്പത്ത് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനത്തോടെ പള്ളിയിലേക്ക് നടന്നുപോയി. അവൾ ഇവൻ്റെ വാക്ക് കേട്ട് അത്ഭുതപ്പെട്ടിരുന്നു. കാരണം അവൾ ഈ നാട്ടിലെ ഒരു വലിയ കോടീശ്വരയുടെ മകളാണ്. അവളെ കൂടെ പോയാൽ എത്ര വേണമെങ്കിലും പണം കിട്ടും. എന്നാലും എന്തുകൊണ്ടായിരിക്കും അവൻ എന്നെ ആകർഷിച്ചില്ല? ഈ ഒരു ചോദ്യം അവളുടെ മനസ്സിൽ വന്നു. അവന് ഇത്ര അഹങ്കാരമോ? അവനെ ഇങ്ങനെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവൾ അവൻ്റെ വീട് എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. പിറ്റേ ദിവസം ജോലിക്ക് പോവാൻ വേണ്ടി സുബഹിക്ക് അവൻ ഗേറ്റ് തുറന്നു റോഡിലേക്ക് വന്നപ്പോൾ ഇന്നലെ കണ്ട അതേ കാറ് റോഡിൻ്റെ അരികിൽ നിന്നിരുന്നു. ഇവനെ കണ്ടതും ആ കാറിൽ നിന്ന് ഇന്നലത്തെ അതേ സ്ത്രീ ഇറങ്ങി വന്ന് ചോദിച്ചു, എടാ, നിനക്ക് എന്നെ ഇഷ്ടമായില്ലേ? എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീ ഒരു രാത്രി എൻ്റെ കൂടെ വരുമോ? പൈസ എത്ര വേണമെങ്കിലും തരാം. അപ്പോൾ അവൻ അവളുടെ മുഖത്ത് നോക്കി പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു ആയത്ത് അങ്ങ് ഓതി, വലാ തഖ്റബു സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല. എന്നിട്ട് ഈ ആയത്തിൻ്റെ അർത്ഥവും പറഞ്ഞു കൊടുത്ത് അവൻ പോയി. അവൾ ഇത് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒരു സുന്ദരിയായ പെണ്ണ് വിളിച്ചിട്ടും അവളെ കൂടെ പോവാതെ നിൽക്കാൻ എന്ത് ശക്തിയാണ് ഇവനെ തടഞ്ഞു വെച്ചത്? ഇവൻ പറഞ്ഞ ആ അറബി വാക്കുകൾ കേൾക്കാൻ എന്തൊരു മനോഹരമാണ്. ഇവനിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അതിനെ കണ്ടുപിടിക്കണം എന്ന് ഇവൾ തീരുമാനിച്ചു. അന്ന് ഉച്ചക്ക് അവൾ ഈ ചെറുപ്പക്കാരൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് അവൾ പോയി. അവനെ അന്വേഷിച്ചപ്പോൾ അവൻ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ പോയിട്ടുണ്ട് എന്ന് ഒരു സ്റ്റാഫ് പറഞ്ഞു. ഇവൾ നേരെ ഹോട്ടലിൽ കയറി അവൻ ഇരുന്ന ടേബിളിൽ പോയി ഇരുന്നു. എന്നിട്ട് അവനോട് ചോദിച്ചു, എന്തുകൊണ്ട് നിനക്ക് എന്നോട് താല്പര്യം തോന്നുന്നില്ല? അപ്പോൾ അവൻ പറഞ്ഞു, ഞാനൊരു മുസ്ലിമാണ്, മുസ്ലിമീങ്ങൾക്ക് വ്യഭിചരിക്കൽ ഹറാമാണ്. എന്നിട്ട് അവൻ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു, അതിനുശേഷം നരകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് ഇസ്ലാം എന്താണെന്ന് അവൻ അരമണിക്കൂർ കൊണ്ട് അവൾക്ക് മനസ്സിലാക്കി കൊടുത്തിരുന്നു. അവസാനം അവൻ പോകുമ്പോൾ ഖുർആനിൻ്റെ ഒരു ആയത്ത് കൂടി ഓതി കേൾപ്പിച്ചു. وَلَقَدْ ذَرَأْنَا لِجَهَنَّمَ كَثِيرًا مِنَ الْجِنِّ وَالْإِنسِ لَهُمْ قُلُوبٌ لَا يَفْقَهُونَ بِهَا وَلَهُمْ أَعْيُنٌ لَا يُبْصِرُونَ بِهَا وَلَهُمْ آذَانٌ لَا يَسْمَعُونَ بِهَا أُولَئِكَ كَالْأَنْعَامِ بَلْ هُمْ أَضَلُّ أُولَئِكَ هُمُ الْغَافِلُونَ. എന്നിട്ട് ഇതിൻ്റെ അർത്ഥവും പറഞ്ഞു കൊടുത്ത് അവൻ എണീറ്റുപോയി. ഇപ്പോൾ അവൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഇസ്ലാം മതം ഇഷ്ടമാവാൻ തുടങ്ങി. അള്ളാഹുവിൻ്റെ മേൽ ഇഷ്ടം കൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ അവസാനം ഓതിക്കേൽപ്പിച്ച ഖുർആനിൻ്റെ ആയത്ത് അവളുടെ മനസ്സിൽ കല്ലിൽ കൊത്തി എഴുതിയതുപോലെ ഓർമ്മയായി നിന്നിരുന്നു. അവൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഇസ്ലാമിക് ബുക്ക് സെൻറ്റർ എന്ന കടയിലേക്ക് കയറി പരിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷ എടുത്തുകൊണ്ടുപോയി.
എന്നിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ കയറി തൻ്റെ റൂമിൻ്റെ വാതിൽ അടച്ച് അവൾ പരിശുദ്ധ ഖുർആനിനെ വായിക്കാൻ തുടങ്ങി. അവൾ 1 മാസം വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷ മുഴുവനും വായിച്ചു തീർത്തു. ഈ ഖുർആൻ വായിച്ചു തീരുമ്പോൾ ഇസ്ലാം മതത്തിലേക്ക് അവൾ സമ്പൂർണ്ണമായി ആകർഷിച്ചിരുന്നു. അവളുടെ മനസ്സിൽ ഇസ്ലാം അള്ളാഹു അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി തൻ്റെ ആ മുസ്ലിം സുഹൃത്തായ ആ യുവാവിനെ വീണ്ടും കാണാൻ പോയി. ഇപ്പോൾ അവനെ കാണാൻ പോകുന്ന ഉദ്ദേശം മുമ്പത്തെ പോലെ ഹറാമിൻ്റെ നോട്ടത്തിൽ അല്ല. ഇന്ന് അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചു കൊണ്ടാണ് പോകുന്നത്. അവനെ കണ്ടപ്പോൾ ഇവൾ പറഞ്ഞു, ഞാൻ ഇസ്ലാമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? ഇത് കേട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ ഒരു പുഞ്ചിരി നൽകി അവൾക്ക് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. പരിശുദ്ധമാക്കപ്പെട്ട ഷഹാദത്ത് കലിമ ചൊല്ലി അവൾ ഇസ്ലാം സ്വീകരിച്ചു. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് അടിച്ച് നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക.